So next one, this we have discussed groups definition. Abelian group. A star B is equal to B star A, then it is known as abelian group. So G is a group. If A star B is equal to B star A, then commutative property. This property is known as commutative property. And if the commutative property is satisfied, then G is called abelian group. G is known as abelian group. Okay, abelian group. Example, set of integers, real numbers, rationals are all abelian group. പിന്നെ n by n matrices, matrix multiplication abelian group അല്ല, കാരണം matrix multiplication commutative അല്ലല്ലോ. Next one, it's a theorem. For any group G, the identity element is unique. Inverse is also unique. Next is a theorem. In a group G, identity element is unique. And also inverse element is unique. Unique എന്ന് വെച്ചാൽ ഒരേ ഒരെണ്ണം, കുറേ ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ സപ്പോസ് ജി ഒരു ഗ്രൂപ്പാണ്, ഓക്കെ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഈസ് ദ ഐഡൻറ്റിറ്റി, അത് യുണീക്കാന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, E1 E2. സപ്പോസ് ദാറ്റ് ദർ ആർ two identity elements, E1 and E2. So what is E1 star E2? Assuming E1 as the identity. അപ്പോൾ ആദ്യത്തെ ഐഡൻറ്റിറ്റി E1 ആണെങ്കിൽ E2നെ എങ്ങോട്ട് കൊണ്ടുപോകും? E2ലോട്ട് തന്നെ കൊണ്ടുപോകും അല്ലേ? കാരണം ഐഡൻറ്റിറ്റി എങ്ങനെയാണ്? A star E is equal to A. അപ്പോൾ ഐഡൻറ്റിറ്റി ചെയ്താൽ A goes to A itself. So if E1 is the identity, E2 goes to E2. Okay. Similarly, if E2 is the identity, E2 ആണ് ഐഡൻറ്റിറ്റി എങ്കിലോ E1ലോട്ട് തന്നെ പോകും അല്ലേ? But these two products are same. E1 star E2 is equal to E1 star E2 അല്ലേ? First of all, we assumed the E1 as the identity. So if E1 is the identity, what do you get? E2. So E2 is equal to second one E1. So that means E2 is equal to E1. Its identity is unique. രണ്ട് ഐഡൻറ്റിറ്റി ഇല്ല, ഒരേ ഒരു ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. നെക്സ്റ്റ് വൺ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻവേഴ്സ് ഇസ് യുണീക്ക്. ലെറ്റ് എ ബിലോങ് ടു ജി. വട്ട് ഈസ് മെന്റ് ബൈ ഇൻവേഴ്സ്? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ മീൻസ് എ സ്റ്റാർ ബി എന്തായിരിക്കണം? ഐഡൻറ്റിറ്റി വരണം, ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഇവിടെ സപ്പോസ് ദാറ്റ് സി ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ എ സ്റ്റാർ സിയും ഐഡൻറ്റിറ്റി, ദാറ്റ് ഇസ് ഈക്വൽ ടു സി സ്റ്റാർ എ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇതും എടുത്താലോ? ടേക്കിംഗ് ദിസ് വൺ, എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ സി എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ സി. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ വെച്ചിട്ട് നമുക്ക് എനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു സി. എന്ന് വെച്ചാൽ രണ്ട് ഇൻവേഴ്സസ് ഉണ്ടെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഇസ് ഓൾസോ. That was the theorem. അപ്പോൾ അതാണ് ഈ theorem. Next one, order of an element we have discussed. Subgroup എന്താന്ന് നോക്കി. A non-empty subset H of a group G is a subgroup if and only if for all A, B in H, A star B belong to H. അപ്പം സബ്ഗ്രൂപ്പ് ആകണമെങ്കിൽ രണ്ട് എലമെൻ്റ് ഉണ്ടെങ്കിൽ എ സ്റ്റാർ ബി ബിലോങ് ടു, ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, ഇൻവേഴ്സ് ഉണ്ടാവണം. ഈ രണ്ടെണ്ണം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സബ് ഗ്രൂപ്പായിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് തിയറം. എ സബ്സെറ്റ് എച്ച് ഓഫ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് if and only if it is closed and there is inverse element. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണല്ലോ ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എ ബി ബിലോങ് ടു എച്ച്, എ സ്റ്റാർ ബി ബിലോങ് ടു എച്ച്, ആൻഡ് if B is the A inverse is the inverse of A,
എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ ഇ എന്നും പ്രൂവ് ചെയ്യണം, എ എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ എ ബിലോങ് ടു ജി. അപ്പോൾ അങ്ങനെ ഒരു എ ഇൻവേഴ്സും ജിയിലുണ്ട്, എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇസ് ദെയർ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് മീൻസ് ഇഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ നമ്മളിപ്പം ലോജിക്സിൽ പഠിച്ചില്ലേ, ദാറ്റ് മീൻസ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അപ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ മീനിങ് എന്താ? ഇഫ് പി then q. If p is true then q is true, and also if q is true then p is true എന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ വി ഹാവ് ടു അസ്യൂം h is a subgroup. then എന്ത് പ്രൂവ് ചെയ്യണം? ഈ രണ്ട് കണ്ടീഷനും. then it is closed and inverse exist എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് വൺ. അപ്പം എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ്. അപ്പോൾ അസ്യൂമിങ് ദാറ്റ് എ ഗ്രൂപ്പ്, വാട്ട് ഈസ് മെൻ ബൈ സബ് ഗ്രൂപ്പ്? സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ് അല്ലേ? ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്. അപ്പോൾ എച്ച് ഗ്രൂപ്പ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, അസോസിയേറ്റിവിറ്റി, ഇൻവേഴ്സ്. ഓക്കെ, സോ പ്രോപ്പർട്ടി എക്സിസ് ആൻഡ് ഇൻവേഴ്സ് എലമെൻറ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. സോ ഫ്രം ദി ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് ദ പ്രൂഫ് ഈസ് ഓവർ. സോ നെക്സ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഈസ് ദ റിവേഴ്സ് പാർട്ട്. ഇഫ് ക്യൂ ദെൻ പി. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് എച്ച് എ സബ്സെറ്റ് ഓഫ് ജി, നോട്ട് സബ് ഗ്രൂപ്പ്, എച്ച് എ സബ്സെറ്റ് ഓഫ് ജി ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദെയർ ഇസ് ആൻ ഇൻവേഴ്സ് എലമെൻറ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ്. എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ എച്ച് സബ്സെറ്റ് ആണ്, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. സോ ലെറ്റ് എ ബി ബിലോങ് ടു എച്ച്, ദെൻ എ സ്റ്റാർ ബി ബിലോങ്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ആയി. then inverse element, inverse a inverse എച്ചിലുണ്ട്, such that a star a inverse is equal to e is equal to a inverse star e a. ഓക്കെ, അപ്പം ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അസോസിയേറ്റിവിറ്റിയും ഐഡൻറ്റിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? കാരണം അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ആവുമല്ലോ, അപ്പോൾ സബ് ഗ്രൂപ്പും ആയിക്കോളും. അപ്പോൾ നമുക്ക് 3 എലമെൻറ്റ് വേണം. ലെറ്റ് എ ബി സി ബിലോങ് ടു എച്ച്. ദെൻ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? അസോസിയേറ്റിവിറ്റി. എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം എ സ്റ്റാർ ബി സ്റ്റാർ സി ഉണ്ടെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? പക്ഷേ ഇത് ട്രൂ അല്ലേ? ബിക്കോസ് ഇഫ് എ ബി സി ബിലോങ് ടു എച്ച് ആണെങ്കിൽ എച്ച് ഒരു ജി ഒരു വലിയ സെറ്റ്, ജി ഒരു വലിയ സെറ്റ്. ഓക്കെ, നേരെ വരയ്ക്കാം. ജി ഈസ് ദ ബിഗ് സെറ്റ്, അതിനകത്തൊരു ചെറിയൊരു സെറ്റാണ് എച്ച്. അപ്പം നമ്മൾ എ ബി സി 3 എലമെൻറ്റ് എച്ചിനകത്താണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എ ബി സി എവിടുത്തെ എലമെൻ്റാണ്? ജിക്കകത്ത് എലമെൻ്റ് അല്ലേ? എ ബി സി ബിലോങ് ടു ജി കൂടിയല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ജി? ജി ഈസ് എ ഗ്രൂപ്പ്, ജി ഒരു ഗ്രൂപ്പാണ്. അപ്പം ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ, അസോസിയേറ്റിവിറ്റി. എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി കിട്ടും, ഗ്രൂപ്പാണ്. അപ്പം അസോസിയേറ്റിവിറ്റി എച്ച് തന്നെ കിട്ടും, ജി തന്നെ കിട്ടും. ദെയർഫോർ ഇതും ഓക്കെ. അപ്പം അസോസിയേറ്റീവ്, ദെയർഫോർ അസോസിയേറ്റീവ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലേ? ഇവിടെ പറയുന്നുണ്ട് എച്ചിലുണ്ട്, എ ഇൻവേഴ്സും എച്ചിലുണ്ട്, ഇൻവേഴ്സും എച്ചിലുണ്ട്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാം? എ സ്റ്റാർ എ ഇൻവേഴ്സും എച്ചിലുണ്ടാവുമല്ലോ.
using closure property, by closure property. So what is A star A inverse? A star A inverse എന്ന് വെച്ചാൽ നമ്മുടെ that means subgroup ആയിക്കോളും.